എതിർക്കുന്ന സംവിധാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മഹായിടവയ്ക്കും ബിഷപ്പിനെതിരായിട്ട് പോരാടുക. ഇതിനെന്താ കാരണം? വിനോദലന് ഒരുപാട് പണം ലഭിച്ചിരിക്കുന്നു. TJ ജോണിന്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം പറ്റിക്കൊണ്ട് ബിഷപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമവുമായിട്ട് വിനോദലനെ മുന്നോട്ട് പോവുക. പിന്നെ വേറൊരുത്തൻ കൊളപ്പുറത്തെ ഒരു അനിൽ ഡേവിഡ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടിയ വാർത്ത എന്താന്ന് വെച്ചാല് അനിൽ ഡേവിഡിന്റെ പെങ്ങള് വയനാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിയിരിക്കുക. അനിൽ ഡേവിഡിന്റെ പെങ്ങൾക്ക് എവിടുന്ന പൈസ കിട്ടിയ മാർഗം എന്ന് പറയണ്ട, TJ ജോണ് കൊടുത്ത പൈസ കൊണ്ട് വയനാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങള് അനിൽ ഡേവിഡ് കഴിഞ്ഞ ആഴ്ച സ്വന്തമാക്കിയിരിക്കുക. അങ്ങനെ സഭയെ ഒറ്റിക്കൊടുത്ത, നമുക്കറിയാം ബൈബിളിൽ ഒരു ഒറ്റിക്കൊടുപ്പുകാരൻ നമുക്കറിയാം, അവരുടെയൊക്കെ അന്ത്യം എന്താന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ മഹായിടവകയെ ഒറ്റിക്കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ഇവിടുത്തെ ട്രഷറിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതിനെതിരായിട്ട് വളരെ ശക്തമായ മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളിവിടെ അണിചേർന്നിരിക്കുന്നത്. എന്താ ഇവിടെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച പിന്നെ വളരെ മാനമര്യാദയ്ക്ക് വന്നു, ഒരു നിവേദനം കൊടുത്തു, നമ്മൾ തിരിച്ചുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുക. 1-ാം പ്രതി സുഭാഷ് അബേൽ, 2-ാം പ്രതി ശ്രീ സുനിൽ ജേക്കബ്. എന്താ പരാതി? ഇതിന്റെ ഉള്ളിലെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ചു. ഇങ്ങനെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും ഞങ്ങളുടെ സമരത്തെ അടിച്ചമർത്താമെന്ന് ഫെന്നും നേതൃത്വം ഒന്നും വിചാരിക്കേണ്ട എന്നാണ് വളരെ വിനയമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്റെ ഒന്നും മുമ്പിൽ തകർന്നു പോകുന്നവരല്ല ഞങ്ങള്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഫെന്നൊരു ആൺകുട്ടിയാണെങ്കിൽ, ഫെന്നൊരു ആണാണെങ്കിൽ, ഫെന്നുള്ള ഭാഷയിൽ ആ ഫാ മാറ്റിയ പെണ്ണാണ്. അയാളെ പെണ്ണെന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് അപമാനം, അയാളെ പെണ്ണൊന്നും പറയുന്നില്ല. കാരണം നമ്മള് ആണും പെണ്ണും കിടാത്ത ഒരു ആൾക്കാരുണ്ട്. കാരണം പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് വിലയുണ്ട്, ആണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വിലയുണ്ട്. ഇതിന് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാ. ഇയാളിന്ന് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണെങ്കിൽ ഇന്ന് ഇവിടെ വേണമായിരുന്നു. നമ്മൾ ഇയാൾക്ക് നോട്ടീസ് കൊടുത്തതാ, 7 ദിവസത്തിനുള്ളിൽ മറുപടി തരണോ, ഇല്ലെങ്കിൽ 8ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വരുമെന്ന്. കഴിഞ്ഞ തിങ്കളാഴ്ച നോട്ടീസ് കൊടുത്ത് പോയതാണ്. ഞങ്ങൾ ആൺകുട്ടികളാ, ഞങ്ങൾ വാക്ക് പാലിച്ചു.